ഇത് നമ്മൾ മീൻ വളർത്തുന്ന കുളമാണ്. അത് ഇത്ര 8-9 കുളങ്ങളുണ്ട്. അതിനകത്ത് ഓരോരുത്തും മീനിട്ടിട്ട് അതിൻ്റെ അകത്ത് കൂരിവാള, ഗിഫ്റ്റ് സിലോപ്പിയ, കരിമീൻ, കൊഞ്ച് ഇങ്ങനെയുള്ള മീനുകളെയാണ് ഇതിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്നത്. അത് വെള്ളം ഒരു സീസണിലാകുമ്പോൾ നമ്മളത് വീശി മീൻ പിടിക്കും. ഇതിൽ നിന്ന് മീൻ പിടിക്കുന്ന ഒരു ഭാഗം വല വീശിയാണ്. അല്ലാതെ നമ്മൾ ചൂണ്ടയിട്ട് പിടിക്കും, അല്ലാതെ നമ്മൾ ഉടക്കുവല ഇടും. അങ്ങനെ പലതുണ്ട്. ഇപ്പം വീശി പിടിക്കാൻ പോവുകയാണ്. അതാണ് ഇപ്പോൾ കാണിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കുഴിമറ്റം പള്ളിക്കും സെൻറ്റ് ഗിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജിനും ഇടയ്ക്കുള്ള കൂമ്പാടി എന്ന ഒരു ഭാഗത്താണ് നിൽക്കുന്നത്. ഇവിടെ 3.5 ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന മരിയ ഫാമിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ ഫാമിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് എരുമത്താനത്ത് അച്ചൻകുഞ്ഞ് എന്ന അധ്വാനശീലനായ ഒരു കർഷകനാണ്. അദ്ദേഹത്തെയാണ് നമ്മളിന്ന് ഇവിടെ പരിചയപ്പെടുന്നത്. ഈ ഫാമിൽ എന്തെല്ലാം കൃഷികളാണുള്ളത്? മെയിനായിട്ടുള്ള തെങ്ങാണ്. തെങ്ങെന്ന് പറഞ്ഞാൽ ഞാൻ ഈ കുറ്റിയാടി തെങ്ങ വെക്കത്തുള്ളൂ. അല്ലാതെ ഈ 6 മാസം 3 മാസം കായ്ക്കുന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പരസ്യമൊക്കെ ചെയ്യും. അതൊന്നും പ്രാക്ടിക്കൽ അല്ല. ഇതാകുമ്പോഴത്തേന് ഇച്ചിരി താമസം വന്നെങ്കിലും അത് നല്ലപോലെ നമുക്ക് കിട്ടുകയും ചെയ്യും. നല്ല വലിയ കേടുമില്ല. അങ്ങനെയുള്ള ഒരു പിന്നെ വാഴയുണ്ട്, കപ്പയുണ്ട്, കവുങ്ങുണ്ട്, പിന്നെ മീൻ ആവശ്യത്തിന് ഒരു 8-9 കുളമുണ്ട്. വരാലും മറ്റുള്ള മീനുകളും എല്ലാം ഉണ്ട്. ആവശ്യക്കാർ വരുമ്പോൾ അന്നേരം പിടിച്ചു കൊടുക്കും. അങ്ങനെയുള്ള ഒരു ഇതാണ്. പിന്നെ മുയലുണ്ട്, കോഴി, താറാവ്, പേത്ത, അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു 10-150 ചന്ദനം വെച്ചിട്ടുണ്ട്. ചന്ദനം വെച്ചിപ്പോൾ എല്ലാം ഒരു 2-3 വർഷമായി. പിന്നെ പഴച്ചെടികളെല്ലാം ഉണ്ട്. അതായത് പിന്നെ മാങ്കോസ്റ്റുണ്ട്, റംബുട്ടാനുണ്ട്, മാവ്, പിന്നെ എന്നാ ഈ ഇപ്പം മുട്ടപ്പഴം എന്ന് പറയും. മുട്ടപ്പഴം അത് അപ്പം ഇന്ന് പറിച്ചു ആദ്യമായിട്ടുണ്ടായതാണ്. പറിച്ച് പള്ളിയിൽ കൊടുക്കാനായിട്ട് ഇപ്പം അങ്ങോട്ട് കൊടുത്തു വിട്ടാൽ പോലും. പിന്നെ നമ്മൾ വിദേശ പഴച്ചെടികളും എല്ലാം ഉണ്ടല്ലോ. അല്ല, ഈ കേര കർഷകർക്ക് വളരെ അധികം ദുരനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലമാണ് എന്നാണ് പറയുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാലമാണിത്. അപ്പോൾ ഒരു കേര കർഷകൻ എന്ന നിലയിൽ താങ്കളുടെ അനുഭവം ഒന്ന് വിവരിക്കാമോ? കേര കർഷകൻ എന്ന് പറഞ്ഞാൽ നഷ്ടത്തിലാണ്. പിന്നെ എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഫാദർ തൊട്ടേ കൃഷിയോട് താല്പര്യമുള്ള ഒരാളായിരുന്നു. പിന്നെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചില കൃഷികളും ബിസിനസ്സാണ് എൻ്റെ മെയിൻ. പക്ഷെ എന്നാലും ഇതിൻ്റെ അകത്ത് നഷ്ടമോ ലാഭമോ നോക്കുകയില്ല. ആ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല വെടിപ്പോടും എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അത് മറ്റുള്ളവർ ഞങ്ങളുടെ ഈ പ്രദേശത്തെന്ന് പറഞ്ഞാൽ നേരത്തെ എന്ന് പറഞ്ഞാൽ എല്ലാ വീടുകളിലും ഒരു 10,000 തേങ്ങ വരെ കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പം അത് പോയിട്ട് ഇവിടെ ഒരു തെങ്ങേ പോലും ഒരു വീടുകളിലും ഇല്ല. അവരെല്ലാം ഇപ്പം ആശ്രയിക്കുന്നത് നമ്മളെയാണ്. നമ്മൾ അതേ രീതിയിലാണ് ഇത് കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് പിന്നെ നമുക്ക് കുഴപ്പമില്ല. ഞാൻ വേറെ കാര്യമാണ്, പിള്ളേരെ നോക്കുന്നതൊന്നും നോക്കണം. രാവിലെ വന്നാൽ 5 മണിയാകുമ്പം വന്നാൽ ഇതിൻ്റെ അകത്തോടെ മുഴുവൻ നടന്ന് 8:30 ആകുമ്പം വീട്ടിൽ പോകും, ഒരു കാപ്പി കുടിക്കും, കാപ്പി കുടി തിരിച്ചു വരും, പിന്നെയും ഇതിവിടെ വരും. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഒരു തെങ്ങിൻ്റെ ചോട് വഴി ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും നടക്കും. അതിന് വല്ല കേടുണ്ടോ, അതിന് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. പിന്നെ 10 മണിയാകുമ്പോഴത്തേക്കിന് സർവ്വ പരിപാടിയും നിർത്തി നമുക്ക് ബിസിനസ്സാണ്, അതിനങ്ങ് പോകും.
അപ്പോൾ ഈ തെങ്ങിൻ്റെ പരിപാലനത്തിന് വേണ്ടിയിട്ട് വളരെ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സമയമാണല്ലോ. കാരണം വെച്ചാൽ ഈ മണ്ടചീയൽ, മണ്ടരി രോഗം, പിന്നെ ചെല്ലി ശല്യം, ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇതൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത്? ഇതിന് എന്തൊക്കെ മരുന്നുകളാണ് ഉപയോഗിക്കുന്നത്? എന്തൊക്കെ വളങ്ങളാണ് ഈ തെങ്ങിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് എന്ന് പറയാമോ? ഇത് നമ്മളെ തെങ്ങിനെ സംബന്ധിച്ചോളം ചെറുപ്പം തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു 3 മാസം കൂടുമ്പോഴത്തേക്കിന് വേപ്പും പിണ്ണാക്കും മണലും ഉപ്പും ഈ 3ഉം കൂടെ ചേർത്ത് കവളുകളിലിടും. അപ്പോൾ കവളിലിട്ട് കഴിഞ്ഞാൽ ഇത് വന്ന് കുത്തുമ്പോഴും സമയത്ത് ഇതിൻ്റെ ഈ ചെകിളയ്ക്കകത്തേക്ക് മണൽ കയറും. അപ്പോൾ അത് ചത്തുപോകും. ഒന്നങ്ങനെ. പിന്നെ ചിലർ കുറച്ചൊക്കെയുള്ള ആൾക്കാർ ചെയ്യുന്നത് എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ വല കിട്ടും, ആ വല മണ്ടയിൽ ഇങ്ങനെ ചുറ്റി വെക്കും. ചുറ്റി വെക്കുമ്പോഴത്തേന് ഇത് കുത്താൻ വരുമ്പോഴത്തേക്കിന് നമ്മുടെ ഈ ഉടക്കുവലയുടെ കാര്യം പറയും, മീൻ പിടിക്കുന്ന ഉടക്കുവലയുടെ കാര്യം പറഞ്ഞ പോലെ ഇത് വന്ന് ഇതേ കൊട്ടിക്കഴിയുമ്പോൾ ഉടക്കി അങ്ങനെ ചത്തുപോകും. പിന്നെ തെങ്ങിന് ചെയ്യുന്ന വളമെന്ന് പറഞ്ഞാൽ കൂടുതൽ ഞാൻ ജൈവവളം മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് 400 തെങ്ങോളം ഉണ്ട്. ഈ 400 തെങ്ങിൻ്റെയും ചുവട്ടിൽ വെള്ളം ചെല്ലത്തക്ക രീതിയിൽ കുറച്ച് പൊക്കമുള്ള സ്ഥലത്ത് സ്പ്രിംഗ്ലർ തൊള്ളി നന ഇങ്ങനെ വെച്ചിരിക്കും. ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ഒരിടത്തു നിന്ന് മോട്ടർ അടിച്ചാൽ എല്ലാത്തിൻ്റെയും ചൂട് വഴി ഒഴുകി പോകുന്ന രീതിയിൽ നമ്മൾ വെച്ചിരിക്കുന്നത്. അതിന് എല്ലാത്തിൻ്റെയും ഒരിടത്ത് ഓടിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും ചെല്ലും. അതിന് പിന്നെ വളമെന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ചെയ്യുന്നത് 50 കിലോ മത്തി, 50 കിലോ ശർക്കര ഈ വെച്ച് 200 ജാറിൻ്റെ അകത്ത് വെക്കും. നിറച്ച് വെള്ളം ഒഴിച്ച്, ഇത് വെള്ളം ഒഴിക്കുകയല്ല, ഇത് വെച്ച് നമ്മൾ മൂടി കെട്ടി വെക്കും. എല്ലാ ദിവസവും ഇളക്കും. 40 ദിവസം ഇളക്കി കഴിയുമ്പോൾ ഇത് നല്ല കുറുന്തേര് പോലാവും. അന്നേരത്തേക്ക് നമ്മൾ ഈ ഓരോ പണയ്ക്കകത്തോട്ട് പകുതി ഒഴിക്കും, മോട്ടർ ഓടിച്ചു വിടും. അത് ഓടി എല്ലാ തെങ്ങിൻ്റെയും ചൂടുകളിൽ ചെല്ലും. അത് കഴിയുമ്പോൾ പിന്നെയും അങ്ങനെ ഒരു 10-20 ജാറുകൾ, ഈ 200 ജാറുകൾ പല സ്ഥലത്തായിട്ട് വെച്ചിരിക്കുക. അത് ആദ്യം ഒന്ന് ചെയ്യും. പിന്നെ ചെയ്യുന്നത് എന്നാന്ന് ചോദിച്ചാൽ കടലപ്പിണ്ണാക്കും ചാണകം ഇങ്ങനെയുള്ള സാധനങ്ങൾ കൂട്ടിവെക്കും. അതും ഇതുപോലെ 40 ദിവസം ഇളക്കും. അത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ മറിക്കും. തെങ്ങിൻ്റെ എല്ലാം ചൂടുവഴി ചെല്ലും. അതാണ് നമ്മൾ കൂടുതലായിട്ട് ഞാൻ രാസവളം എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നില്ല. ഈ ഫാമിൽ ഇപ്പം തെങ്ങ്, വാഴ, മറ്റേ കോഴി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഉള്ളൊരു ആദായം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇത് എങ്ങനെയാണ് വിപണനം ചെയ്യുന്നത്? ഇതെങ്ങനെയാണ് ഇത് മാർക്കറ്റിൽ എത്തിക്കുകയാണോ അതോ ആൾക്കാർ ഇവിടെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോവുകയാണോ? ഏത് രീതിയിലാണ് നമുക്കൊരു വിപണനം സാധ്യമാവുന്നത്? ഏറ്റവും വലിയൊരു പ്രശ്നം വെച്ചാൽ പലരും ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് ഒരു മാർക്കറ്റിംഗ് ഒരു പ്രശ്നമുണ്ട് പലർക്കും. അതുകൊണ്ട് തന്നെ ഈ കൃഷികൾ പലയിടത്തോളം പരാജയപ്പെട്ടു പോകാറുണ്ട്. അപ്പോൾ താങ്കൾക്ക് എങ്ങനെയാണ് അത് അതിജീവിച്ച് ചെയ്യാൻ പറ്റുന്നത്? എങ്ങനെയാണിത് മാർക്കറ്റിംഗ്, ഇതിൻ്റെ വിപണനം എങ്ങനെയാണെന്നുള്ളത് ഒന്ന് പറയാമോ? ഇത് എനിക്കിവിടെ എന്ന് പറഞ്ഞാൽ ഈ കരിക്ക്, അതായത് അവർ തന്നെ ഇവിടെ വന്ന് ഇട്ടുകൊണ്ട് പോകും. പക്ഷെ നമ്മുടെ ഈ പ്രദേശത്ത് എന്ന് പറയാൻ പറഞ്ഞില്ലേ, ഈ കരിക്കെന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രദേശത്തില്ല. അപ്പോൾ ഇവർ ഒരു സ്ഥിരമായിട്ട് ഒരാളുണ്ട്. ഒത്തിരി പേര് വരുന്നുണ്ട്, പക്ഷെ അവർക്ക് ആർക്കും ഞാൻ കൊടുക്കും. ഒരാളുമായിട്ട് കണക്ഷൻ ഉണ്ട്. അപ്പോൾ അയാൾ ദിവസം വന്ന് രാവിലെ ഇവിടെ വന്ന് പുള്ളി തന്നെ ഇട്ട് 60 എണ്ണം വീതമൊക്കെയാണ് സാധാരണ. പിന്നെ കൂടുതൽ വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോൾ കൂടുതൽ വരും. അവർ ഇവിടെ വെച്ച് തന്നെ ഇട്ട് നമുക്ക് 40 രൂപ വെച്ച് ഒരു കരിക്കിന് നമുക്ക് തരും. നമുക്കൊന്നും അറിയണ്ട, അയാൾ കൊണ്ടുപോകും. പിന്നെ തേങ്ങ ആവശ്യക്കാർ ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ വരും. അവർ ചോദിക്കും. ഉടനെ അവർക്ക് നമ്മൾ തേങ്ങ തൊണ്ടോടെ വേണേൽ അങ്ങനെ കൊടുക്കും, അതല്ല പൊതിച്ച് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും. ഇന്നലെ നമ്മുടെ കുറിച്ചിപ്പള്ളിയിലെ അവിടുത്തെ ഒരു തിരുമേനിയുടെ ഓർമ്മ ദിവസമായിരുന്നു. എൻ്റെ ഒരു കൂട്ടുകാരനാണ്. അവൻ വിളിച്ചു പറഞ്ഞു നേരിത്രയിലെ ഒരു പയ്യന്. അപ്പം പുള്ളി എന്നോട് പറഞ്ഞു ഒരു 150 കിലോ തേങ്ങ വേണം എന്ന് പറഞ്ഞു. അന്നേരം നമ്മളത് പൊതിച്ച് കൂടെ വെച്ചു. അവരിവിടെ വണ്ടിയിൽ നിന്ന് കൊണ്ടുപോയി അങ്ങനെ ചെയ്തു. അങ്ങനെ പിന്നെ വാഴക്കൊല എന്ന് പറഞ്ഞാൽ എനിക്കിതിന് മാർക്കറ്റിന് ഒരിക്കലും ഒരു പ്രയാസവും ഇല്ല. എന്നാന്ന് ചോദിച്ചാൽ ഞാൻ ഇവിടെ വരുന്നവർക്കറിയാം ഞാൻ ഇങ്ങനെ ചെയ്യുന്നു. അത് കാരണം എവിടെ ഉണ്ടെങ്കിലും അവരെല്ലാം തിരക്കി വരും, ഉണ്ടോ എന്ന് ചോദിച്ചു. അത് മാർക്കറ്റിലുള്ളതിനേക്കാളും വില കൂട്ടി നമുക്ക് തരും. വാഴക്കൊലയാണെങ്കിലും ചേനയാണെങ്കിലും കപ്പയാണെങ്കിലും ഈ സാധനങ്ങളെല്ലാം നമുക്ക് കൊടുക്കാൻ ഉണ്ടോ എന്നുള്ള അറിഞ്ഞാൽ അന്നേരം അവർ ഒന്ന് കൊണ്ടുപോവുക. അതാണ് നമ്മുടെ ഇതിൻ്റെ അകത്ത് ഒരു വരുമാനം. പിന്നെ മറ്റുള്ളതൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ബാക്കിയുള്ള കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ അടുപ്പിച്ച് വരുന്നുണ്ട്. ഇപ്പോഴൊന്നും അത് തന്നെ നമ്മൾ സീസൺ നോക്കി ചെയ്യണം. പിന്നെ അതിനകത്ത് പറയാം, അതിൻ്റെ പല പ്രശ്നങ്ങളുണ്ട്. നമ്മൾ വാഴ കൃഷി ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് ഓണത്തിന് കൊല വെച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കൃഷി ചെയ്യണം. ആ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഉണക്കായി കഴിയുമ്പോൾ അതിന് നനയ്ക്കാനുള്ള സംവിധാനം, അല്ലാതെ ഇതെല്ലാം ഉണങ്ങി ഒടിഞ്ഞു പോകും. അപ്പം ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് അങ്ങനെ ചെയ്തു. ഇപ്പം അതിൽ മുഴുവൻ കൊടായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിന് നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്നാ വെച്ചാൽ, ഇപ്പം ഞാൻ സ്പ്രിംഗ്ലർ ഇടാനായിട്ട് പെരുമ്പാവൂരിൽ നിന്ന് സാധനം ഇറക്കി വെച്ചു. ഇപ്പം നാളെ ഇടുക. അപ്പം തുള്ളി തന്നെ എല്ലാം ഉണ്ട്. അത് തോട്ടിൽ നിന്ന് വെള്ളം അടിക്കാം. അപ്പോൾ ഇതിനെല്ലാം നനച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓണത്തിന് നമുക്ക് കൊല
അപ്പം നല്ല വില കിട്ടും, മറ്റുള്ളതിനേക്കാളും കൂടിയ വിലയ്ക്ക് ആൾക്കാർ കൊണ്ടുപോകും. വളരെ പ്ലാൻഡ് ആണ് എല്ലാ ആ കാര്യങ്ങളെല്ലാം, അങ്ങനെ പോകും. സിസ്റ്റമാറ്റിക് ആണ് അല്ലേ? അതേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ചുമ്മാ എന്തെങ്കിലും കൊണ്ട് ചെയ്തു വല്ലതും കിട്ടുമെന്ന് അതെ. അങ്ങനെയല്ല. നമ്മൾ ചെയ്യുന്ന പടിപടിയായിട്ട് ചെയ്യുവാണെങ്കിൽ അത് നമുക്ക് ആദായം കിട്ടും. കോഴി എന്ന് പറഞ്ഞാൽ കോഴിയെ നമ്മൾ കൂടിൻ്റെ അകത്ത് വൈകാറാകുമ്പം കയറ്റും, എന്നിട്ട് ഫ്രീ ആയിട്ട് അങ്ങ് വിടുക. പറമ്പൊഴി എല്ലാം നടന്ന് നമ്മുടെ തെങ്ങിൻ്റെ ചുവട്ടിലും വാഴയുടെ ചുവട്ടിലും ഒക്കെ ഉള്ള പുഴു കൊണ്ട് അതിനെയൊക്കെ കൊത്തി തിന്ന് നമ്മൾ ഒരു സത്യം പറഞ്ഞാൽ ഒരു ക്ലീനിങ്ങും കൂടിയാണ് അത്. ഇതിലെല്ലാം നടന്ന് തിന്നും, മുട്ടയിടും. മുട്ടയിടുന്ന എടുത്ത് ഞങ്ങൾ മുട്ട ആവശ്യക്കാർ ഇവിടെ വരും, അല്ലെങ്കിൽ ഞങ്ങൾ മാർക്കറ്റിൽ കൊടുക്കും. പിന്നെ താറാവാണെങ്കിലും താറാവിൻ്റെ മുട്ട കിട്ടും, അത് നമ്മളിവിടെ ആൾക്കാർ വരും, അല്ലെങ്കിൽ നമ്മൾ പുറത്ത് കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള പേത്ത മറ്റുള്ള പൂവൻകോഴിയൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നമ്മൾ ആവശ്യക്കാർ വരുന്നവർക്ക് അന്നേരം തന്നെ കൊടുക്കും. അതൊക്കെയാണ് നമ്മൾ കോഴി താറാവിൻ്റെയൊക്കെ. പിന്നെ മീൻ ആവശ്യക്കാർ രാവിലെ വരും, ഇവിടെ വന്നു കഴിഞ്ഞാൽ അന്നേരം തന്നെ ആവശ്യക്കാർക്ക് എന്നാ വേണ്ടിയെന്ന് അന്നേരം അവർക്ക് മേടിച്ചു കൊടുക്കും. പിന്നെ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ വരും, കാണാനായിട്ടൊക്കെ വരും, അന്നേരം അവർക്ക് ചൂണ്ടയിടണമെന്ന് പറയും. അപ്പോൾ ചൂണ്ടയിട്ട് കിട്ടുന്നത് അവർക്ക് തന്നെ വേണമെങ്കിൽ വില വെച്ച് കൊടുക്കും. അപ്പം അത് ഞായറാഴ്ചകളിലൊക്കെ പലരും വരുന്നുണ്ട് വെള്ളത്തിൽ നിന്നൊക്കെ, അവരൊക്കെ വന്ന് ചൂണ്ടയിട്ട് തന്നെ പിടിക്കുക. അതൊരു രസമാണ്. ചൂണ്ടയിടുമ്പോഴേ ഈ മീനെയൊക്കെ കിട്ടുമ്പോഴത്തേക്കിന് അവർക്ക് തന്നെ ഒരു വലിയ പിന്നെ വിദേശത്ത് നിന്നൊരു പാർട്ടി ഈയിടെ വന്നു. അവർ വന്നു കഴിഞ്ഞ് അവർ കല്യാണം കഴിഞ്ഞ് ആദ്യം വരുക, അന്നേരത്തേന് ഇവിടെ വന്നു. അപ്പം അവർ ഇവിടെ വന്ന് ചൂണ്ടയിട്ടു, വലിയ മുഴുത്ത മീനെ പിടി. അവർ പേടിച്ചിട്ടേ ചോടി. എന്നു ചോദിച്ചാൽ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അത് കഴിഞ്ഞേച്ച് ഞങ്ങൾ പിന്നെ അതിനെ പോയി പിടിച്ചു, അതിനെ എടുത്തു, അവർക്ക് തന്നെ കൊടുത്തു വിട്ടു. അപ്പോൾ അവർ അവിടെ ചെന്നേച്ചു അവരിപ്പോഴും പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിലെ അതായത് കല്യാണം കഴിഞ്ഞ് വിരുന്ന് പോയതിൽ ഇതോ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കത്തില്ല. എന്നാ ചോദിച്ചാൽ അങ്ങനെ ഒരു അനുഭവം അവരുടെ ആദ്യമാണ്. ഈ മീനെ ചൂണ്ടയിട്ട് പിടിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു അതിശയം അവർക്ക്. അതെ അതെ അതെ. ഈ തെങ്ങിന് പുറമെ മറ്റ് വൃക്ഷങ്ങളും ഉണ്ടല്ലോ, പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതിൽ ഫലവൃക്ഷങ്ങളായിട്ട് എന്തൊക്കെയുണ്ട്? മാവ്, പ്ലാവ്, അങ്ങനെ എന്തെങ്കിലും അതിൻ്റെ വെറൈറ്റി സാധനങ്ങളുണ്ടോ, അതോ നാടൻ സാധനങ്ങൾ മാത്രമാണോ? അത് നമുക്ക് പിന്നെ പ്ലാവുണ്ട്, ആ. പലയിനം ഓ, പ്ലാവുകളുണ്ട്. അതായത് നമ്മുടെ ഈ ആഞ്ഞിരിക്ക പോലത്തെ ഒരു ചക്ക ഉണ്ടാകുന്നുണ്ട്. ശരി. അത് ചെറുത്. കൂടി അപ്പോൾ പിന്നെ അരക്കില്ലാത്ത സൈസുണ്ട്. ആ അങ്ങനെയുള്ള പല സൈസുണ്ട്. അതെല്ലാം നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ആദായം നമുക്ക് കിട്ടും. അന്നേരം നമുക്ക് ആയി വരുന്നേ ഉള്ളൂ, അതൊക്കെ ഇപ്പം ചെറിയതാണ്. പിന്നെ മാവാണെങ്കിലും മാവുണ്ട്, മാങ്കോസ്റ്റ് ഉണ്ട്. മാങ്കോസ്റ്റ് കഴിഞ്ഞ കൊല്ലം ഒരു 3-4 എണ്ണത്തിൽ 5-6 എണ്ണം ഈ അടുത്ത പ്രാവശ്യം കുറച്ചുകൂടെ കൂടുതൽ പിടിക്കുമെന്നാണ് തോന്നുന്നത്. പിന്നെ മാവ്, പിന്നെ അങ്ങനെയുള്ള വിദേശ പഴച്ചെടികൾ പലതും. റംബുട്ടാനുണ്ട്, പിന്നെ മുട്ടപ്പഴം എന്ന് പറയുന്നത്, പിന്നെ വേറെ എന്തോ, അതൊക്കെ ആയിട്ടില്ല, നമ്മൾ വെച്ചു, അത് അടിയായി വരുന്നേ ഉള്ളൂ. ചാമ്പയുണ്ട്, ചാമ്പങ്ങ കിടപ്പുണ്ട്. പേര, എല്ലാ ഒരുപെട്ട പഴച്ചെടികളെല്ലാം ഉണ്ട്. എല്ലാം ഉണ്ടല്ലോ. അത് ഫാം ടൂറിസത്തിൻ്റെ ഒരു കാലഘട്ടമാണല്ലോ. ടൂറിസം നമുക്കിങ്ങനെ കേരളത്തിൽ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ കൂടെ ഒരു ഭാഗമായിട്ട് ഫാം ടൂറിസം ഇങ്ങനെ മെച്ചപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സാധ്യതകൾ, അനന്ത സാധ്യതകളെക്കുറിച്ച് ഒക്കെ ആരായുന്നുണ്ടോ? അതിനെപ്പറ്റി ഞാൻ കുറച്ച് നാളായിട്ട് ഈ അടുത്ത ഒരു 6 മാസം മുമ്പേ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഇതായിട്ട് തന്നെ കുമരകത്ത് ഒരു 2 ദിവസത്തെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ താമസിച്ച് ഞങ്ങൾ 10-30 പേരോളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ 1-2 സ്ഥലത്ത് ഇത് കാണാൻ പോയി, വിസിറ്റ് ചെയ്തു. വേറെ 2 സ്ഥലങ്ങളിൽ കുമരകത്തുള്ള ഭാഗങ്ങളിലൊക്കെ പോവുകയൊക്കെ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് അവർ ഇതിനെപ്പറ്റി ഒരു ഐഡിയ പറഞ്ഞു. അതനുസരിച്ച് ഞാനിവിടെ ഒരു ഇത് ചെയ്യാനായിട്ടുള്ള അവരെ രജിസ്റ്റർ ചെയ്തു. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ വന്ന് ചെയ്ത് എങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്നുള്ളതിനെ നിർദ്ദേശങ്ങൾ തരും. അപ്പോൾ അതനുസരിച്ച് ഞാനൊരു ഫ്രെയിം, ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് ഒരു ഫ്രെയിം ഒരു 3 ബെഡ്റൂമുള്ള ഒരെണ്ണം ആണ് ചെയ്തിട്ടാനും, അത് എങ്ങനെയുണ്ടെന്ന് കണ്ടിട്ട് ചെറിയ കോട്ടേജ് പോലെ പലതായിട്ട് ചെയ്യാനും ഒക്കെ കൂടെ ഉള്ള ഒരു പരിപാടിയാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അവർക്കിവിടെ വരികയും ഇവിടെ വരുന്നവർക്കെല്ലാം താമസിക്കാൻ സൗകര്യം വേണം എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. ഇപ്പം നിലവിലില്ല, ഇപ്പം ഇല്ല. അപ്പോൾ അതിന് നമുക്ക് തുടങ്ങിയില്ല. ഞാൻ ചോദിച്ചാൽ ഇത് ഓരോ സ്റ്റെപ്പ് പെട്ടെന്ന് എഴുതി ഒത്തിരി ചാടിയിട്ട് കാര്യമില്ല. അത് വിജയിക്കുന്നു എന്നുണ്ടെങ്കിൽ മാത്രം സ്റ്റെപ്പായിട്ട് ചെയ്യാനായിട്ടുള്ള അതിനു വേണ്ടി ഞാൻ 2-3 സ്ഥലങ്ങളെല്ലാം, അതായത് എനിക്കിവിടെയുണ്ട്. അതായത് ഞാൻ എൻ്റെ പ്ലാൻ അനുസരിച്ച് ഒരു പിന്നെ ആയുർവേദ ഡോക്ടറെ വെക്കുക, എന്നിട്ട് അതേ വെച്ചിട്ട് അവരെ കൊണ്ട് ആ വരുന്ന രോഗികളെ അവർക്കിവിടെ താമസിക്കാനും അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അനുസരിച്ച് ഉള്ള സൗകര്യങ്ങൾ അതെല്ലാം കൂടെ ചെയ്യണം. അത് തന്നെയല്ല, അവർക്ക് ഇവിടെ വേണവർക്ക് അവിടെ, കുമരകത്ത് വേണേൽ കുമരകത്ത്, മൂന്നാറോ അല്ലെ കട്ടപ്പന അല്ല അതുപോലുള്ള സ്ഥലങ്ങളിൽ സുഖം വേണമെന്നെങ്കിൽ അങ്ങനെ ഒരു സ്ഥലം മേടിച്ച് അവിടെ ഒരു കോട്ടേജ് പണിത്. കുമരകത്ത് നമുക്കുണ്ട് ഒരു 10 ഏക്കർ തെങ്ങുംതോട്ടം ആറ്റുതീരത്ത് കിടപ്പുണ്ട്. അപ്പോൾ അവിടെയും കൂടി ഒരു ചെറിയ പ്ലാനാണ് നമ്മുടെ. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാരെ
ഇവിടെ വരാൻ ആഗ്രഹമെങ്കിൽ ഇവിടെ, ഇവിടെ അങ്ങോട്ട് പോകണമെങ്കിൽ അവിടെ അവിടെ ഒരാഴ്ച താമസിക്കുമോ. അപ്പം നമ്മൾ ഞാൻ പറഞ്ഞതില്ല, നമ്മൾ ഞാൻ ക്ലാസ്സിന് പോയപ്പോൾ അവർ പറഞ്ഞ എന്നാന്ന് ചോദിച്ചാൽ, എന്നിട്ട് അവരാണ് അവിടെ നിന്ന് ഗൈഡ് ചെയ്ത ആളെ ഇങ്ങോട്ട് വിടുന്നത്. ഓ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ശരി എല്ലാം ശരി പണിത് കഴിയുമ്പോൾ പണിതിട്ടില്ല. അപ്പം അതിൻ്റെ അനുസരിച്ചുള്ള പൂളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ചെയ്തു. ആ ഇനി ആ ബാക്കിയുള്ള ഇനിയിപ്പോൾ താമസിക്കാനുള്ള സൗകര്യങ്ങൾ മാത്രം മതി. ബാക്കി അങ്ങനെ ഒരു രീതിയിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. വളരെ നല്ല. ഇത്രയും നേരം താങ്കളോട് സംസാരിച്ചതിൽ നിന്നും ഇവിടെ വന്ന് ഓരോന്ന് കണ്ടതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. നമ്മൾ പഴയ ആൾക്കാർ പറയാറുണ്ട്, ഇരുന്നിട്ട് കാല് നീട്ടുക എന്ന് പറയുന്നൊരു സമ്പ്രദായമുണ്ട്. അപ്പോൾ പലരും ചെയ്യുന്നത് വെച്ചാൽ ആദ്യം തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അങ്ങ് പോവുകയാണ് ചെയ്തത്. അപ്പോൾ താങ്കളിങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ഘട്ടം ഘട്ടമായിട്ട് പ്ലാൻ ചെയ്ത് വരുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ താങ്കൾക്ക് ഈ ഒരു മേഖലയിലൊരു വിജയം ഉണ്ടായതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ താങ്കൾക്ക് എല്ലാവിധ രീതിയിലും ഇത് എന്താ പറയുക, കോട്ടയത്തെ തന്നെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു സംരംഭമായിട്ടിത് മാറാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.